ഭരണത്തിന് ഇനി എന്ത് ഭരണത്തിന്റെ വിലയിരുത്താനുള്ളത്? 4 കൊല്ലം കഴിഞ്ഞു, 5ാമത്തെ കൊല്ലത്തേക്ക് കടക്കുമ്പോൾ ഇനി ഗവൺമെന്റിനെ സംബന്ധിച്ച് വിലയിരുത്തുന്നത് ഇതാ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി മാറുന്നത്. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി വേണമെന്നതാ പറഞ്ഞോ ഭരണത്തിന്റെ എന്താ പറയണ്ടേ? എന്താ പറഞ്ഞോ? വിലയിരുത്തലാവുമെന്ന് പറഞ്ഞോ, നല്ല കുഴപ്പം അല്ല. എന്താ കുഴപ്പം പിന്നെ അങ്ങനെ പറഞ്ഞാൽ? ഞാൻ പറഞ്ഞു കിട്ടണം അല്ലേ? നിങ്ങൾക്ക് എന്തും പറയാ. നിങ്ങൾ ചോദിക്കുന്ന പോലല്ലേ ഇത് അവസാനത്തെ ഇതെന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് 5 കൊല്ലം ആവാൻ പോകുന്നു. 5 കൊല്ലം ആവാൻ പോകുമ്പോൾ നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണോ വിലയിരുത്തലെന്ന് ചോദിച്ചാൽ അതിനെന്താ പറയാ മറുപടി? ഇതാണോ മറുപടി? അത് വിലയിരുത്തലെന്ന് ചോദിച്ചാൽ വിലയിരുത്തൽ അതാണോ വിലയിരുത്തൽ? അതിനുശേഷം മറ്റേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇലക്ഷൻ വരാൻ പോകല്ലേ, അതിനുശേഷം അസംബ്ലി വരാൻ പോകല്ലേ, അതെല്ലാം കൂടി ചേർന്നിട്ട് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പം തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അതാണ് 4ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ പ്രകടനം കണ്ടത് രാജ്യം മുഴുവൻ, കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും. ആ ആ അല്ല, എന്താ നിങ്ങൾ സൂചന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യക്കാലം വോട്ട് കിട്ടുന്നതാണോ, അല്ല ജയിക്കുന്നതാണോ, തോക്കുന്നതാണോ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? തോൽവിയായാലും ജയായാലും ഞാൻ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇനി അതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ എന്നിട്ട് അതിനുവേണ്ടി ഇങ്ങനെ വല്ലാണ്ട് ബാധിക്കൊന്നും വേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉജ്ജ്വലമായ ഒരു വിജയമായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല അവിടുത്തെ ജനങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ കൃത്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. ആ വോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നല്ലൊരു വിജയം നേടാൻ ഞങ്ങൾക്ക് സാധിക്കും. അത് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഞാനത് നേരത്തെ പറഞ്ഞു, ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിലും അതിനെ തുടർന്നുള്ള 3ാം ടേമിലേക്കുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ ഭൂരിപക്ഷത്തിലേക്കും കടക്കും. ഇനി സംശയമുണ്ടോ എന്തെങ്കിലും? ഞാൻ പോയിക്കോട്ടെ.